ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. ഭദ്രനെ അജി കൊണ്ടുപോയത് വേറൊരു റൂമിലേക്കായിരുന്നു. ഭദ്രൻ അവിടെ ചുറ്റും നോക്കി. നല്ല അടുക്കും ചിട്ടയുമുള്ള മുറി. അജി അവിടെ ടേബിളിൽ ഇരിക്കുന്നൊരു ബുക്ക് എടുത്ത് ഭദ്രൻ നേരെ കാണിച്ചു. ഭദ്രൻ അതിലേക്ക് നോക്കി. സമയവും ഡേറ്റും കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു കണക്ക് ബുക്കായിരുന്നത്. അത് നോക്കിയിട്ടൊന്നും മനസ്സിലാകാതെ ഭദ്രൻ അജിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം കണ്ട് ഒന്നും മനസ്സിലായില്ലെന്ന് അജിക്ക് മനസ്സിലായി. ഭദ്ര, ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന കണക്ക് ഏകദേശം സാറ് മരിക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ഉള്ളതാണെന്ന് ഇതിൽ എഴുതിയ സമയം സൂചിപ്പിക്കുന്നു. അജി പറഞ്ഞു. ഭദ്രൻ മൂളിക്കൊണ്ട് അജിയെ നോക്കി. ഇനി നീ ഈ കണക്കൊന്ന് നോക്കിക്കേ. ലാസ്റ്റ് എഴുതിൻ്റെ അവിടെ നിന്ന് പേന വലിച്ചു കൊണ്ടുപോയൊരു വരയുണ്ട്. നമ്മുടെ കയ്യിൽ ആരെങ്കിലും വന്ന് തട്ടണം, അല്ലെങ്കിൽ പിടിച്ചു വലിക്കണം. ഇങ്ങനെ ആവണമെങ്കിൽ അജി പറഞ്ഞു നിർത്തി. ശരി, പക്ഷേ ഇതൊരു തെളിവാണോ? അല്ല, പിന്നെ ഇതൊന്നും നോക്ക്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്നെടുത്ത കയറ്. ഒന്നിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടാവരുതെന്ന് കരുതി ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഗ്ലൗസ് കിട്ടിയോ? ഭദ്രൻ ചോദിച്ചു. ഇല്ല, ഈ കയറിൽ കണ്ട കറുത്ത പാടുകൾ ഇതിൽ കയറിൽ കെട്ടി മുറുക്കുമ്പോൾ ഗ്ലൗസിൽ നിന്നുണ്ടായതാണ്. ആജി പറഞ്ഞതായിട്ട് ഭദ്രനൊന്നും മൂളിയതല്ലെന്നൊന്നും മിണ്ടിയില്ല. പിന്നെ ദേ ഇത് കണ്ടോ, ഈ റൂമിൻ്റെ കോലം. ഒരു പിടിവലി നടന്ന ലക്ഷണം എല്ലാം കാണുന്നുണ്ട്. എങ്കിൽ ഹാളിലോ അദ്ദേഹത്തിൻ്റെ ബോഡി കിടത്തിയ റൂമിലും ഇല്ല. നീ പറഞ്ഞതൊക്കെ ശരിയാച്ചി, പക്ഷെ ഇതാര് എന്തിനു ചെയ്തു? ഒരന്വേഷണം, അതിന് പൂട്ടും ഞാനവനെ. ആരായാലും പിടിച്ചവൻ്റെ ചോറിയാനെടുക്കും. അവനെ പിടിക്കണം. ആദ്യക്കരയുന്ന കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിടിച്ചിരിക്കും. ആജി പറഞ്ഞതും ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു. സർ, ആംബുലൻസ് വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞതും അജിയും ഭദ്രനും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം ഇതെല്ലാം ഒരു വാതിലിനപ്പുറം മുറിച്ചു നിന്ന് കേട്ടവൻ്റെ കണ്ണിൽ അജിയോടുള്ള പക തെളിഞ്ഞു. അവൻ്റെ അടുത്ത ലക്ഷ്യം ഭദ്രനിൽ നിന്നും അജിയിലേക്ക് മാറുമായിരുന്നു. റൂമിലെത്തിയ നിരഞ്ജൻ സോഫയിലേക്കിരുന്നു. എലീൻ അവളുടെ ബാഗ് വെച്ച് അവൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. ദേവാ, ക്ഷീണിച്ചോ നീ? എലീൻ അവൻ്റെ തലമുടിയിൽ മസാജ് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഇല്ലടി. നിനക്ക് ബിയർ വേണോ? എലീനെ ചോദിച്ചു. മേടിക്കുന്നുണ്ടോ? മേടിക്കണം. നീ ഇതൊക്കെ കുടിക്കൂ? പിന്നെ ബിയർ മുതൽ ആൽക്കഹോളിൽ എല്ലാതും ഞാൻ കുടിക്കും, എലീനെ പറഞ്ഞു. ഇതെങ്ങനെ? നിരഞ്ജൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാനൊരു നസറാണി പെൺകുച്ചാനടോ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ക്രിസ്ത്യൻ ഗേൾ, എലീനെ പറഞ്ഞു. ഓ, നമിച്ചു. എന്നാ ഓക്കെ മോനെ, ചേച്ചി പോയി ബിയർ ഓർഡർ ചെയ്യട്ടെ. നിരഞ്ജന്റെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് മുടിയടിച്ചൊന്ന് വാരി ചുറ്റി കെട്ടിക്കൊണ്ട് എലീനെ പറഞ്ഞു. നിരഞ്ജൻ അവൾ പോയ വഴിയെ നോക്കി സോഫയിൽ കിടന്നുകൊണ്ട് ചിരിച്ചു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആദിയുടെ സങ്കടം തീരുന്നതായിരുന്നില്ല. നിർബന്ധിച്ച് നന്ദു എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, അല്ലാതെ അവനൊന്നും കഴിക്കില്ല. ആദിയുടെ അവസ്ഥ കൂടുതൽ ബാധിച്ചത് നന്ദുവിനെയും ഭദ്രനെയും പൊന്നുവിനെയായിരുന്നു. ആ വീട്ടിൽ നിന്നും അവർ വന്നിട്ടില്ലായിരുന്നു. ഇതിനിടെ വിഷ്ണുവുമായി മറ്റുള്ളവർ തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുത്തു, പ്രത്യേകിച്ച് നന്ദുവുമായി. പ്രായത്തിൽ വിഷ്ണു നന്ദുവിനേക്കാൾ മൂത്തതാണെങ്കിലും ഭർത്താവിന് അനിയനായിട്ടല്ല, സ്വന്തം അനിയനെ പോലെയായിരുന്നു അവൾ അവനെ കണ്ടത്. അജി കേസിന്റെ അന്വേഷണത്തിൽ തിരക്കിലായതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരുവുള്ളായിരുന്നു. ഇന്നെല്ലാവരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവരും കാറിൽ കയറി. ആദ്യ സീറ്റിൽ ഭദ്രനും നിത്യവും, ബാക്കിൽ പൊന്നുവും ആദിയും നന്ദുവും കയറി. വിഷ്ണു എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു. നന്ദ അവരെ നോക്കി ചിരിച്ചു. അവനോട് തനിച്ചാക്കി വരാൻ താല്പര്യം നന്ദുവിനുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവനെ നിർബന്ധിക്കാതിരിക്കുന്നത്. കാറ് മുന്നോട്ടെത്തി സ്പീഡിൽ കയറ്റി വിട്ട് ആ വണ്ടി പാഞ്ഞു. അത് നോക്കിക്കൊണ്ട് ഗൂഢമായ ചിരിയോടെ വിഷ്ണു നിന്നു. അജി സ്റ്റേഷനിൽ ഇരിക്കുമായിരുന്നു. ഇതേസമയം അജിയുടെ ക്യാബിനിലേക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നു. സാറേ, ഈ ശങ്കർ കേസിൽ അയാളുടെ ബാങ്ക് സ്വത്തുക്കളെല്ലാം അയാളുടെ ഇളയ മകൻ വിഷ്ണുവിൻ്റെ പേരിലേക്ക് ആയിട്ടുണ്ട്, പോലീസുകാരൻ പറഞ്ഞു. വാട്ട്? അതെങ്ങനെ? ആദിയുടെ പേർക്കാണ് സ്വത്തുക്കൾ എഴുതുന്നതെന്ന് മരിക്കുന്നതിന് മുമ്പേ എന്നോട് ശങ്കർ സാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലെന്തോ കാളിയുണ്ട് സാർ. അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് വരും. ആരാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ? ആജി ചോദിച്ചു. സാർ, അത് വിശാലാണ്, അയാൾ പറഞ്ഞു. നമുക്ക് ഒന്നുകൂടെ അയാളെ കാണണം, വിശദമായി തന്നെ, അജി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സാറേ, പിന്നെ ആ വിഷ്ണുവിനൊന്ന് ചോദ്യം ചെയ്യണം സാർ. അവനെ ചോദ്യം ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു... അയാൾ പകുതി പറഞ്ഞുകൊണ്ട് നിർത്തി. നമുക്ക് ഇപ്പം തന്നെ അവനെ കാണാൻ പോവാം, ആജി പറഞ്ഞു. ഓക്കെ സാർ, അയാളും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവരെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണെന്ന് അറിയാതെ. വീട്ടിലെത്തിയതും എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി. പൊന്നു മാത്രം ഹാളിലിരുന്നു കൊണ്ട് ആജിക്ക് മെസ്സേജ് അയച്ചു. നിത്യയും ഭദ്രൻ റൂമിലെത്തി. ഭദ്രൻ ഷർട്ട് അയച്ചുകൊണ്ട് കട്ടിലിരുന്നു. നിത്യ അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഭദ്രൻ്റെ തോളിൽ കൈവച്ചു. എന്ത് പറ്റി ഭദ്രേട്ടാ?
ഒന്നുമില്ല പൊന്ന, എന്തൊരു വിഷമം പോലെ. ആദിയുടെ അവസ്ഥ കണ്ട് സഹിക്കുന്നില്ലടാ. ഭദ്രൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. വിഷമിക്കല്ലേ ഭദ്രേട്ടാ, ആദിയുടെ വിഷമം മാറിക്കോളും. അത്ര ആഗ്രഹിച്ച് കിട്ടിയപ്പോൾ പെട്ടെന്ന് ദൈവം വിളിച്ചു. പക്ഷേ ആദ്യേട്ടന് അമ്മയെ പോലെ ഒരു ഭാര്യയെ കിട്ടി. നന്ദു. അവൾ ആദ്യേട്ടനെ നോക്കുന്നത് കണ്ട സ്വന്തം അമ്മ പോലും മാറി നിൽക്കും. നിത്യ പറഞ്ഞു. പൊന്ന, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ശരി. അതും പറഞ്ഞ് നിത്യ ഭദ്രന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇതേ സമയം നന്ദുവിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുവായിരുന്നു ആദി. നന്ദുവിന്റെ തലയിൽ തലോടി കൊടുക്കുന്നുണ്ട്. ആദ്യേട്ടാ, നന്ദു പാതിയെ വിളിച്ചു. എന്തേ? ആദി വിളി കേട്ടു. ഒന്ന് കുളിക്ക്, ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എനിക്കിപ്പോ ഒന്നിനും പറ്റുന്നില്ലടാ. നന്ദുവിന്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് ആദി പറഞ്ഞു. വന്നേ, എനിക്ക് ഈ ക്ഷീണൊക്കെ ഞാൻ മാറ്റിത്തരാം. ആദിയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് നന്ദു പറഞ്ഞു. ആദ്യം എഴുതിയിട്ടു. നന്ദു കബോർഡിൽ വെച്ച് തലയിൽ തേക്കുന്ന എണ്ണെടുത്ത് ആദ്യം ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇരിക്ക്, നന്ദു ആദ്യയോട് പറഞ്ഞു. ആദ്യം ഒന്നും വിടാതെ അനുസരണമുള്ള കുഞ്ഞിനെ പോലെ കസേരയിൽ ഇരുന്നു. നന്ദു ആദ്യയുടെ തലയിലേക്ക് പതിയെ എണ്ണ ഒഴിച്ച് തിരുമാൻ തുടങ്ങി. അവൻ്റെ തല നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് നന്ദു ആദ്യയോട് പറഞ്ഞു. ആദ്യേട്ടാ, ഇനി പോയി കുളിച്ചേ. ആദ്യം ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. നന്ദു അവൻ്റെ ഒപ്പം ചെന്നു. അവൻ ബാത്റൂമിൽ കയറിയതും നന്ദു വന്ന് കട്ടിലിരുന്നു. ആദ്യം കുളിച്ചു തുടങ്ങിയെന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ നന്ദുവിന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ നിന്ന് ആദ്യം വിളിച്ചു പറഞ്ഞു. ശ്രീമോളെ, ടവൽ കൊണ്ടുപോവാ. ആദ്യയുടെ പറച്ചിൽ കേട്ട് വേഗം ടവലെടുത്ത് കൊണ്ട് ഡോറിൽ തട്ടി നന്ദു. ആദ്യം ഡോറ് തുറന്നതും നന്ദി അകത്തേക്ക് കയറിക്കൊണ്ട് ടവൽ അവന് കൊടുത്തു. ആദ്യം തോർത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൈ തട്ടി ഷവർ ഓണായി. വെള്ളം നന്ദുവിൻ്റെ മേലേക്ക് ചിതറി തെറിച്ചു വീണു. അവൻ ആദ്യം ഞെട്ടി. നന്ദുവിനെ നോക്കിയപ്പോൾ നനഞ്ഞിട്ട് നിൽക്കുന്നു. സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറ് കാണാമായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവയിൽ നിന്നും വെള്ളം തുള്ളി തുള്ളിയായി താഴേക്ക് ഇറ്റിക്കൊണ്ടേയിരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ ആദ്യം നന്ദുവിൻ്റെ ചുണ്ടിനെ കവർന്നിരുന്നു. അവളുടെ വിഷമങ്ങളോ കിട്ടുന്ന ഒറ്റമൂലിയായിരുന്നവൾ അവിടെ പ്രണയം പൂത്തു. നന്ദുവിൻ്റെ മേലേക്ക് വള്ളിപ്പടം പോലെ പറന്ന് കയറാൻ തുടങ്ങിയിരുന്നു ആദ്യം. അജിയും വിനുവും കൂടെ വിഷ്ണുവിൻ്റെ വീടിന് മുന്നിലെത്തി. ഗേറ്റ് തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തോന്നാതെ അജി വണ്ടി അകത്തേക്ക് കയറ്റി. രണ്ടുപേരും കൂടെ ജീപ്പിൽ നിന്നിറങ്ങി ആ വീട് ചുറ്റും നോക്കി. വല്ലാത്തൊരു മൂകത ആ വീടിൻ്റെ ഭീതിയിലായിത്തീരുന്നു. അജിയും വിനുവും കൂടെ വാതിലിൻ്റെ അവിടേക്ക് നടന്നു. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിനു വിവരം അറിയിച്ചിരുന്നു. മലക്കെ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട അജിയും വിനുവും സംശയത്തോടെ നോക്കി. ഇതിനകത്ത് ആരും ഉണ്ടാവില്ല, വിനു പറഞ്ഞു. നമുക്കെന്തായാലും ഇതിനകത്തേക്കൊന്ന് കയറാം, വന്നതല്ലേ. സാറേ, സൂക്ഷിക്കണം. ആജി ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വിനുവിൻ്റെ പുറകെ നടന്നു. അകത്തേക്ക് കടന്നു സൂചി വീണാൽ അറിയുന്ന അത്രയും നിശബ്ദതയായിരുന്നു. ആജി അവൻ്റെ റിവോൾവർ എടുത്തു. ഹാളിൽ നിന്നും മുന്നോട്ട് കാണുന്നതും ഇരുവരുടെയും പുറകിൽ കൂടെ ഒരാൾ മിന്നൽ വേഗത്തിൽ പാഞ്ഞു. ഞൊടിയിടയിൽ അജിയും വിനുവും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും വിഷ്ണുവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ രണ്ടുപേരും അപകടത്തിലാണ് നിൽക്കുന്നതെന്ന് അജിക്ക് മനസ്സിലായി. അടുത്ത നിമിഷം അജിയുടെ തോളിലൂടെ തുളച്ച് ഒരു തോക്കിൻ്റെ ബുള്ളറ്റ് കടന്നുപോയി. വിരിഞ്ഞെട്ടി തിരിഞ്ഞു നോക്കി. തോള് മറകയാൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് അജി നിലത്തേക്കിരുന്നു. പൊത്തിപ്പിടിച്ച കൈവിരലിൻ്റെ ഇടയിലൂടെ ചുരുരക്തം ഒഴുകി തുടങ്ങിയിരുന്നു. സാർ! വിനു അജിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് വിളിച്ചു. എനിക്കൊന്നുമില്ല വിനു, അവനിവിടെ ഉണ്ട്. നമ്മൾ വരുന്നത് അവന് മനസ്സിലാക്കിയിരിക്കുന്നു. പീഡിക്കണം അവനെ. അജി വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാർ! വിനു വീണ്ടും അജിയെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ വിനു, അവനെ പിടിക്ക്. അജി പറഞ്ഞതും വിനു എഴുന്നേറ്റു. കയ്യിലുള്ള തോക്ക് ഒരു പൊസിഷനിലേക്ക് പിടിച്ചുകൊണ്ട് നിന്നു. അജി നിലത്തിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് നിന്നു. അടുത്ത നിമിഷം അവൻ്റെ തലയിലേക്ക് ഒരു ഇരുമ്പുവടി വന്ന് പതിച്ചിരുന്നു. അടികൊണ്ട് ആ നിമിഷം അജി ഒന്ന് സ്റ്റെക്കായി. അടുത്ത നിമിഷം തിരിഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് വെടിവെച്ചതും ഒരുമിച്ചായിരുന്നു. അജിയുടെ മറവിൽ നിന്ന് വിഷ്ണുവും ഒരുപോലെ നിലത്തേക്ക് വീണു. വിരിഞ്ഞെട്ടി നിന്നുപോയി. വിഷ്ണുവിൻ്റെ നെഞ്ചിൽ നിന്ന് ചോര ഒഴുകിയിരുന്നു. പിൻതലയിൽ നിന്ന് രക്തമൊഴുകി അജിയുടെ കണ്ണുകൾ അടഞ്ഞു. സാർ! എന്നൊരു നിലവിളിയോടെ വിനു അജിയുടെ അടുത്തേക്കിരുന്നു. ഭദ്രൻ കുളിച്ചിറങ്ങുമ്പോൾ നിത്യ മൂടി കെട്ടി വെക്കുകയായിരുന്നു. സാരിയുടെ ഇടയിലൂടെ കാണുന്ന നിത്യയുടെ കുഞ്ഞു വയലിലേക്ക് ഭദ്രന്റെ കണ്ണുകൾ പാഞ്ഞു. അവൻ പതിയെ നിത്യയുടെ പിറകിലൂടെ ചെന്ന് വയലൊന്നും നുള്ളി. വേദന കൊണ്ട് നിത്യ ചാടി തിരിച്ചു നോക്കി. ഔ, മനുഷ്യനെ വേദനിപ്പിക്കുന്നോ? നിത്യ വയലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ ഇതും കാണിച്ചോണ്ട് നിന്നിട്ടല്ലേ ശ്രീകുട്ടി? നിത്യയുടെ അരയിലൂടെ കൈയിട്ട് ഭദ്രൻ പറഞ്ഞു. അത് പിന്നെ വിട്ടേ, പോയി കുളിച്ചിട്ട് വരാം. നിത്യ ഭദ്രന്റെ പിടിയിൽ കിടന്ന് കുതിരക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ വിടാനാണ് കുഞ്ഞ പിടിച്ചത്? നിത്യയെ കാട്ടിലേക്ക് കിടത്തിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു. ഭദ്രേട്ടാ! നിത്യ ചിണുങ്ങിക്കൊണ്ട് കിടന്നു. ഭദ്രൻ നിത്യയുടെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി. നിശ്വാസങ്ങളും സീൽക്കാരങ്ങളും ആ മുറിയിൽ നിറഞ്ഞു നിന്നു. നന്ദു അടുക്കളയിലേക്ക് വന്ന് ചുറ്റും നോക്കി. എല്ലാം വൃത്തിയായി തന്നെ ഇരിപ്പുണ്ട്. വൃത്തി എന്നത് നന്ദുവിന് പ്രധാനമുള്ള കാര്യമായിരുന്നു. നിത്യയെക്കാളും അടുക്കളയിൽ കാര്യം നന്ദുവിനായിരുന്നു. ചോറ് വാർക്കുന്ന കാലം കഴുകിക്കൊണ്ട് വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ചു. ചോറ് വെക്കാൻ വേണ്ടി അരി കഴുകി വെച്ചു. അങ്ങനെ ഓരോരോ പണികളായി അവൾ ചെയ്തുകൊണ്ടിരുന്നു.
കൃഷ്ണ, ഈ ഫയലൊക്കെയാണ്, കേശവ് പറഞ്ഞു. താങ്ക് യു സർ. അഞ്ജു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കേശവ് അഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം താഴ്ത്തിയുള്ള നിൽപ്പ് അവന് വല്ലാത്ത വാത്സല്യം തോന്നിച്ചു അവളോട്. കൃഷ്ണ, കേശവ് വിളിച്ചു. ആ. അവൾ മുഖമൊയ്ത് കേശവനെ നോക്കി. ഹാപ്പി അല്ലേ? അതിനവളൊന്ന് പുഞ്ചിരിച്ചു. ഒരു വാടിയ ചിരി. പതിയെ അതേന്ന് അവൾ തലയാട്ടി. അതിനെന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ കേശവ് അവളോട് പറഞ്ഞു. ഇന്ന് രാത്രി 9:30 എൻ്റെ ഫ്ലാറ്റിലേക്കൊന്ന് വരേണ്ടി വരും. കേശവ് പറഞ്ഞു. എന്തിനാ സർ? കൃഷ്ണ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഒരു ഫയൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാ. ഓക്കെ. കൃഷ്ണ അതും പറഞ്ഞ് അവിടുന്ന് പോയി. എന്നാൽ അവളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത്. വിനു ഐസുവിൻ്റെ മുന്നിൽ നിന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് നോക്കി. ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന അജിയെ കാണവേ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും അജിയുടെ അച്ഛനും അമ്മയും നന്ദവിൻ്റെ അച്ഛനും അങ്ങോട്ടെത്തിയിരുന്നു. എന്താ എൻ്റെ മോന് പറ്റിയത്? രാഗിണി വിനുവിനോട് ചോദിച്ചു. അതൊന്നുമില്ലമ്മ, വിനു പറഞ്ഞു. അജിയുടെ അച്ഛൻ വർഗീസ് രാഗിണിയെ സമാധാനിപ്പിച്ചു. വിനു രാജനെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഞെട്ടലോടെയാണ് അജിയുടെ പോത്ത അവസ്ഥ എന്താന്ന് വിനുവിൽ നിന്നും രാജൻ മനസ്സിലാക്കിയത്. ആദിയും ഭദ്രനും താഴേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടെ സോഫയിലിരുന്നു. പൊന്നു വന്ന് TV ഓണാക്കി. നിത്യയും നന്ദവും അടുക്കളയിലായിരുന്നു. പ്രശസ്ത ബിസിനസ്മാൻ ശങ്കർദേവിൻ്റെ ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് കേസ് വഴിത്തിരിവിലേക്ക്. TV-യിൽ ന്യൂസ് കണ്ട് ആദ്യം ഞെട്ടി. പ്രശസ്ത ബിസിനസ്മാനായ ശങ്കർദേവിൻ്റെ ആത്മഹത്യ കൊലപാതകമെന്ന സംശയത്തെ തുടർന്ന് കോട്ടയം സിറ്റി പോലീസ് കമ്മീഷണർ അജിൻ വർഗീസ് കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തെ തുടർന്ന് ശങ്കർദേവിന് രണ്ടാം ഭാര്യയിലുണ്ടായ മകൻ വിഷ്ണുദേവാണ് കൊലപാതകിയെന്ന് തെളിഞ്ഞു. എന്നാൽ ഈ അന്വേഷണ സ്ഥലത്ത് വെച്ച് കൊലപാതകിയിൽ നിന്നും അജിന് ഗുരുതരമായ പരിക്കേൽക്കുണ്ടായി. കോട്ടയം മാതാ ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കോടെ ICUവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും TV-യിൽ ന്യൂസ് കണ്ട് ഞെട്ടി നിന്നു. ആദ്യം അതിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അജിയുടെ അവസ്ഥയെ ആലോചിച്ച് പൊന്നു പൊട്ടിക്കരയാൻ തുടങ്ങി. പൊന്നുവിൻ്റെ കരച്ചിലാണ് ആ ഞെട്ടിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. എല്ലാവരും പൊന്നുവിനെ നോക്കി. പൊന്നുവിൻ്റെ കണ്ണിൽ ഇട്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക്. തലയാകെ പെരുത്ത് പൊന്നു നിലത്തേക്ക് പതിച്ചിരുന്നു. ആദ്യം അതിൻ്റെ മൂടി വന്ന് ആദ്യം പൊന്നുവിനെ എടുത്ത് മടിയിലേക്ക് കിടത്തി. തലയിലെ സ്റ്റിച്ച് പൊട്ടി ചോര വന്ന് തുടങ്ങിയിരുന്നു. പൊന്നു മോളെ, കണ്ണ് തുറക്ക്. ആദ്യം പൊന്നുവിനെ കവളിൽ തട്ടി പിടിച്ചു. പൊന്ന, കണ്ണ് തുറക്കടി. നന്ദു പൊന്നുവിനെ കയ്യിൽ പിടിച്ചു. ഭദ്രേട്ടാ. നിത്യഭദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. കാഷ്വാലിറ്റിയിൽ തലയിൽ കെട്ടും കയ്യിൽ ട്രിപ്പും ഇട്ട് കിടക്കുന്ന പൊന്നുവിനെ കണ്ട് ആദ്യം ഭദ്രന്റെ തോളിലേക്ക് ചാഞ്ഞു. മാതാ ആശുപത്രിയിൽ തന്നെ ആയതുകൊണ്ട് നന്ദുവിൻ്റെ അച്ഛനും അജിയുടെ അച്ഛനും അമ്മയും ബിനുവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നന്ദ എല്ലാവരോടും പൊന്നുവും അജിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ഞെരലാണ് ആദ്യക്കും ഭദ്രനും ഉണ്ടായതെങ്കിലും ആ അവസ്ഥയിലും അവർക്ക് സന്തോഷം തോന്നിയിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഡോക്ടർ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അജിന് ഓക്കെയാണ്. അയാൾക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട്. ബോധം തെളിഞ്ഞു. പിന്നെ അയാൾ ചോദിച്ചത് ആമി എന്നൊരു കുട്ടിയെക്കുറിച്ചാണ്. ഡോക്ടർ പറഞ്ഞു. എല്ലാവരും പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണടച്ച് തളർന്നു കിടക്കുന്ന പൊന്നുവിനെ കാണുവേ ഡോക്ടർ പറഞ്ഞു. ഇതാണോ ആമി? അറിയില്ല, ഈയിടക്ക് ആമി എന്ന് പൊന്നുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമാണ് മറുപടി പറഞ്ഞത്. എന്നാൽ എനിക്ക് ഉറപ്പാണ് ആമി ഇതാണെന്ന്. അജിയുടെ നെഞ്ചിൽ ഈ കുട്ടിയുടെ ചിത്രം പച്ച കുത്തിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ഡോക്ടർ എന്തൊക്കെ ഈ പറയണേ? നിത്യ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ കുട്ടിക്ക് ബോധം തെളിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഡോക്ടർ, പക്ഷെ പൊന്നുവിന്? ഭദ്രൻ പറഞ്ഞു. ഒന്നുമില്ല, പെട്ടെന്ന് കേട്ടതിൻ്റെ ഷോക്കിൽ BP ലോ ആയതാണ്. അജിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ആദ്യം ചോദിച്ചു. ഇല്ല, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം, ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. അപ്പം ശ്രീമോള് പറഞ്ഞ പോലെ തന്നെ ആദ്യം എല്ലാവരോടും പറഞ്ഞു. ഈ കൊച്ചൊരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട്, രാഗിണി പറഞ്ഞു. അതപ്പോൾ എല്ലാവരും ഞെട്ടിക്കൊണ്ട് ഒരേ സ്വരത്തിൽ ചോദിച്ചു. അത് കൊള്ളാം, ഈ കൊച്ചു എൻ്റെ മോനും കൂടിയാണ് വന്നത്. ആ, നീയെന്ന് പറഞ്ഞിരുന്നു, വർഗീസ് പറഞ്ഞു. അത് ശരി, അപ്പം ഇതിനിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ? ഭദ്രൻ പറഞ്ഞു. ഭദ്ര, ആദി, ഞാനൊരു കാര്യം പറയട്ടെ? രാജൻ ചോദിച്ചു. അച്ഛൻ പറ. ആദ്യം പറഞ്ഞു. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നല്ലേ നല്ലത്. വരട്ടെ, ആദ്യം ഇവരൊന്ന് ടെൻഷൻ അടുപ്പിക്കണം. അണ്ടർഗ്രൗണ്ടിലിട്ട് ലൈന് വലിച്ചതല്ലേ? നന്ദു പറഞ്ഞു. ദേ നന്ദുമോളെ, എന്ത് പറഞ്ഞാലുണ്ടൊരു പിള്ളകളി. അത് ശരിയാ. നിത്യയെ മേറ്റി പിടിച്ചു. കുഞ്ഞിപ്പെണ്ണ് മിണ്ടരുത്, നന്ദു പറഞ്ഞു. പൊടുത്തേണ്ടി, നിത്യ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു. റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞു നോക്കുവാണ് അഞ്ജു. പെട്ടെന്ന് അവിടെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്ത് നോക്കി. കേശവ് സാറെന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് കോള് വന്നത്. അഞ്ജു ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ സാർ.
കൃഷ്ണ 9:15 പുറത്തെൻ്റെ കാറ് വന്ന് നിൽപ്പുണ്ടാവും, അതിൽ കയറിക്കോ. ഓക്കെ സർ. ആഞ്ച അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ബാഗ് എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. റൂം പൂട്ടി അവൾ ലിഫ്റ്റിലേക്ക് ഓടിക്കയറി. താഴെ എത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ശിവനാഥ് എന്ന പേരുള്ള കമ്പനി കാറ് കിടക്കുന്നത്. അഞ്ച് അതിലേക്ക് ഓടിക്കയറി കേശവന്റെ ഫ്ലാറ്റിലേക്ക് ആ കാർ അവിടുന്ന് പാഞ്ഞു. നിരഞ്ജനും എലീനയും പൊന്നു കിടക്കുന്ന വാർഡിലേക്ക് എത്തിയിരുന്നു. അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. എലീനയും നിരഞ്ജനെയും കണ്ട് എല്ലാവരും അവരെ നോക്കി. ഏട്ടൻ വന്നോ? നിത്യ എതിരെ കൊണ്ട് ചോദിച്ചു. ആ, കൂടെ ദേവു അല്ല എലീനയുണ്ട്, നിരഞ്ജൻ പറഞ്ഞു. എലീന നന്ദുവിന്റെ നെഞ്ചിൽ കിടന്ന പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ അടുത്ത് ചെന്നിരുന്നു. പൊന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ? എലീന ചോദിച്ചു. ഇല്ലടാ, കുഴപ്പമൊന്നുമില്ല. അമ്മ, അച്ഛ, അജയേട്ടന് എങ്ങനെയുണ്ട്? എലീന ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞേ, രാഗിണി പറഞ്ഞു. സാരല്ല, ഞാനൊരു ജോലിയിലായിരുന്നു, അതാ വരാൻ ലേറ്റായതേ. മോനെ നിരഞ്ജ, നീയാണ് കൊണ്ടുവന്ന എലീനെ? അതെ, നിരഞ്ജൻ മറുപടി നൽകി. ഭദ്ര, ആദി, നിരഞ്ജൻ വിളിച്ചു. ആടാ പറ. ഞാൻ പോവാം, നാളെ കാശി പോണം. എലീന, നീ ഉണ്ടോ? നിങ്ങൾ പോയിട്ട് വാ, ആദി പറഞ്ഞു. അമ്മ, അച്ഛ, ഞങ്ങൾ പോവാണേ, എലീന നിരഞ്ജന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിത്യ പിടുത്തം മാത്രം ശ്രദ്ധിച്ചു. എല്ലാവരും അത് തന്നെയാണ് നോക്കിയത്. നിത്യയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത ശേഷം നിരഞ്ജനും എലീനയും പുറത്തേക്ക് ഇറങ്ങി.